ഹായ് എവരിവൺ. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ആസ് പാരൻസ് നമ്മൾ കുട്ടികളോട് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. അവരെ വാലിഡേറ്റ് ചെയ്യാത്തതും, അവരെ കമ്പാരിസൺ ചെയ്യുന്നതും, അവരുടെ ഗ്രേഡ്സിന് ഫോക്കസ് ചെയ്യണതൊക്കെയാണ് നമ്മളുടെ കോമൺ മിസ്റ്റേക്സ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളുടെ ആസ് പാരൻസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മിസ്റ്റേക്സ് ചെയ്യുന്നതിന് പകരം അവരെ എങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് അവരെ ആ ടീനേജ് കാലം കൊണ്ടുവരാം, അവരെ നമ്മൾ എങ്ങനെ ഇമോഷണലി ഹെൽപ്പ് ചെയ്യാന്നുള്ളത് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാം. നമുക്കറിയാം പാരൻറ്റിങ് ഒരു ചലഞ്ചിങ് ഇത് തന്നെയാണ്. പക്ഷേ ചില ടൂൾസ് ഉണ്ട്, നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കി നമ്മളുടെ ഈ പാരൻറ്റിങ് സ്റ്റൈലിൽ അതൊന്ന് പ്രായോഗികമാക്കി കൊണ്ടുവന്ന് നമ്മളുടെ ടീനേജേഴ്സ് കുട്ടികളെ നമ്മൾക്ക് രക്ഷിക്കാം, ഹെൽപ്പ് ചെയ്യാം അവരെ. അതിന് നമ്മൾ വർക്ക് ചെയ്യണം. ആസ് പാരൻസ് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കണം. അതിൽ നമ്മൾ ഒന്നാമതായിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അവരെ ലിസൺ ഡീപ്ലി, അവരെ നമ്മൾ കേൾക്കണം. അവർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടിരിക്കണം. അവരെ അറിയണം. നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവരെന്ത് പറഞ്ഞാലും ഒരു ജെന്യുയിൻ പാർട്ടിസിപ്പേഷൻ, അവരെ കേൾക്കാനായിരിക്കണം നമ്മൾ. എത്ര ആയാലും അവരുടെ ആ ഒരു ടൈം, അവർ നമ്മളുടെ അടുത്ത് എന്ത് പറയാൻ വരുന്നു അതിന് നമ്മൾ കേൾക്കാനായിട്ട് നമ്മളുടെ ടൈം പ്രയോറിറ്റൈസ് ചെയ്യണം. ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതിലൂടെ കുട്ടികൾക്കുണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് എന്ത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു സ്പേസ് നമ്മൾക്ക് കൊടുത്താൽ, നമ്മൾ അവർക്ക് കൊടുത്താൽ നമ്മളോടും അവർക്ക് അതൊരു നമ്മളോടും അവർക്ക് കൂടുതൽ സ്നേഹവും വാംത്ത്നെസ് ഇതൊക്കെ കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അവരുടെ പറയാനുള്ളത്, അവരുടെ ടൈം അവർക്ക് പറയാനുള്ളത് കേൾക്കാനായിട്ട് നമ്മളുണ്ടെങ്കിൽ അവർക്കതൊരു സെൽഫ് കോൺഫിഡൻസ് വരുത്തലാണ്. എന്നെ കേൾക്കാൻ എൻ്റെ പാരൻസ് ഉണ്ട് എന്നുള്ളൊരു അഷ്വറൻസാണത്. രണ്ടാമതായിട്ട് അവരെ ഫീലിങ്സും ഇമോഷൻസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അവരെ സന്തോഷങ്ങളും അവരെ ദേഷ്യങ്ങളും പിന്നെ അവരെ വിഷമങ്ങളും സാഡ്നെസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്ക് അറിഞ്ഞിരിക്കണം അവരെന്ത് ഫീലിങ്ങിലാണ്, എന്ത് ഇമോഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ ചോദിക്കണം, എന്താ ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണത്? എന്ത് പറ്റി എൻ്റെ മോൾക്ക്? എന്ത് പറ്റി എൻ്റെ മോന്? എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? ഓ, ഇന്ന് നീ നല്ല ഹാപ്പിയാണല്ലോ. നമ്മളുടെ ആ ഒരു സംസാരത്തിലൂടെ അവർക്ക് മനസ്സിലാവും, അവർക്കൊരു ട്രസ്റ്റാണ്. എൻ്റെ പാരൻ്റ് എൻ്റെ ഫീലിംഗ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ട്രസ്റ്റ്, അതിലൂടെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കേസ് സ്റ്റഡി അരീബയുടെ നോക്കാം. അരീബ ആ ഒരു സിറ്റുവേഷനിൽ പോയപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവളുടെ ഉമ്മയായിക്കോട്ടെ, ടീച്ചറായിക്കോട്ടെ, എന്താ നീ ഇപ്പോൾ ഈ കടന്നു പോകുന്ന ഈ സിറ്റുവേഷൻ എന്ത് പറ്റി നിനക്ക് ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. ആംഗ്രി കാണിക്കുന്ന ഒരു ടീനേജറുടെ അടുത്ത്, ആർ യു ഫീലിംഗ് ആംഗ്രി നൗ? വൈ ആർ യു ഫീലിംഗ് ആംഗ്രി? ഇപ്പം കാണിച്ചത് ദേഷ്യം പോലെ തോന്നുന്നുണ്ടല്ലോ, എന്താണത്? ഇപ്പം കാണിച്ചത് ആങ്കർ പോലെ തോന്നുന്നുണ്ട്, വാട്ട് ഡു യു ഫീൽ? ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ ഇപ്പോഴത്തുള്ള ഇമോഷൻ ഒരു അവയർനെസ് അവർക്ക് കിട്ടും. അതേപോലെ തന്നെ അവരത് ഓപ്പൺ അപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. നമ്മൾക്ക് അവരുടെ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം അവർ ദേഷ്യപ്പെടാൻ പാടില്ലെന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് മനസ്സിലായി ഇപ്പോൾ നിനക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അത് കാരണത്താൽ നിനക്കത് ദേഷ്യം ഫീൽ ചെയ്യുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി എന്ന ആ വാക്ക്, ദാറ്റ്സ് ഓൾ. ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ അപ്സെറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അവർ സെറ്റിലാകുമ്പോൾ നമ്മൾക്ക് അവരോട് ചോദിക്കാം, നമുക്ക് അവരോട് അടുത്ത് പറയാം, ഇനി ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെ നമുക്ക് ബെറ്ററായിട്ട് ചെയ്യാം, ഇങ്ങനെ ഈ ഒരു ഇമോഷൻ വരാതിരിക്കാനായിട്ട് എന്തൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും
എങ്ങനെ നമുക്ക് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്? അപ്പോൾ കുട്ടികളും ചിന്തിച്ചു തുടങ്ങും, ഇത് ഓക്കെ, ഇതിപ്പോൾ ഞാൻ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം അല്ലേ? ഇതിലൂടെ എന്താണ് അവരത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവരൊരു ഫെയിലർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളവിടെ വരുത്തണില്ല. പക്ഷേ നമ്മളവരെ ഒന്നുകൂടി തിങ്ക് ചെയ്യാനായിട്ടാണ് പ്രോത്സാഹിപ്പിച്ചത്. ശരിയല്ലേ? പിന്നെ ബാക്കിയുള്ള അക്കാഡമിക് ഫെയിലേഴ്സ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം. ഇതൊരു നാച്ചുറൽ പാർട്ട് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണെന്ന് അവരെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. ഇത് ഒരു നാണക്കേടൊന്നുമല്ല, അതൊന്നുമല്ല, നാണക്കേടോ അപമാനമൊന്നുമല്ല എന്നുള്ളത് നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കണം, മനസ്സിലാക്കിക്കണം. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ ഗവൺമെൻറ് പോലും ഫുൾ A+ ആണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അവരാണെങ്കിൽ കുട്ടികൾക്ക് A+ കൊടുക്കും. അതുകൊണ്ട് എന്താണ്, ആ ഫുൾ A+ കിട്ടുന്ന കുട്ടികൾ വിചാരിക്കുമോ നമ്മളാണ് ഏറ്റവും തിങ്ക് ചെയ്യണ കുട്ടികൾ, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമേഴ്സ്. പക്ഷേ ഇങ്ങനെയുള്ള A+ കിട്ടിയ കുട്ടികൾക്ക് ചില പ്രതിസന്ധികൾ തരണം ചെയ്യാൻ അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അവർ വലിയ പെർഫോമൻസ് എന്നുള്ള ഒരു നില മാത്രമാണ് അവർക്ക്. അവർ നല്ല ഹൈ ഇൻ്റലിജൻ്റ് ആണെന്നൊക്കെയാണ് അവരുടെ വിചാരം. പക്ഷേ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള കോഴ്സിനൊക്കെ അവർ ചേർന്നാൽ അത് അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്കൊരു അട്ടർ ഫെയിലർ പോലെ വരും. പിന്നീടാണ് ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതും. ഒരു B+ കിട്ടിയാലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ ലൈഫ് ത്രൂ A+ കൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് അവർ ഒരു എക്സാം ഫെയിലായാൽ പോലും ആത്മഹത്യേനെയൊക്കെ പറ്റി ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫെയിലേഴ്സ് നോർമലൈസ് ചെയ്യണം. പക്ഷേ കുട്ടികൾക്ക് അത് നോർമലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് നമ്മളെ തന്നെ അത് നോർമലൈസ് ചെയ്ത് നമ്മൾ തന്നെ അത് ഫസ്റ്റ് മനസ്സിലാക്കണം. നമുക്കൊരു സെൽഫ് അവെയർനെസ് വേണം. നമ്മളത് ഫസ്റ്റ് നോർമലൈസ് ചെയ്താലേ നമ്മളെ കുഞ്ഞുങ്ങൾക്കും അത് നോർമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വലിയ ഭീകരമായിട്ടുള്ള പിക്ചറൈസേഷനൊക്കെ കൊണ്ടുവന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. നമ്മൾ ഫസ്റ്റ് സെൽഫ് അവെയർനെസ് ആയിരിക്കണം ഈ ഫെയിലേഴ്സൊക്കെ നോർമലൈസ് ആണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മൾക്ക് എങ്ങനെ നമ്മൾ സ്വയം ഇമ്പ്രൂവ് ആകാൻ പറ്റും. ഫസ്റ്റ് എന്നെ തന്നെ അറിഞ്ഞാലല്ലേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നോർമലൈസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് വളർത്താൻ പറ്റുള്ളൂ. ആ ഒരു ചിന്താഗതിയാണ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് പാരൻറ്റിങ്. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് അസ്. അപ്പോൾ നമ്മളെ കുട്ടികളെ എങ്ങനെ കേട്ടു തുടങ്ങാം? ഹൗ ഡു വി ലിസൺ ദെം? അടുത്ത പാർട്ടിൽ ഞാൻ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ടിൽ ദെൻ, താങ്ക് യു.